ഏവർക്കും ടേസ്റ്റ് മൗണ്ടൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ലിവർ പെപ്പർ ഫ്രൈ ആണ്. വരും നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കരളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ആദ്യം ഇതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് വെട്ടി മാറ്റിയെടുക്കണം. അതുപോലെ നാടൻ ഫ്രഷ് ബീഫിൻ്റെ കരളാണ്. ഇവിടെ ലിവറൊക്കെ കട്ട് ചെയ്ത് കഴിക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് ഈ പാത്രത്തിലേക്കിട്ട് 3 പ്രാവശ്യം നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. നമുക്ക് സവോള കട്ട് ചെയ്തെടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇഞ്ചിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പച്ചമുളകിനെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ലിവർ പെപ്പർ ഫ്രൈക്ക് വേണ്ട ഇൻഗ്രീഡിയൻസിനെ പരിചയപ്പെടാം. 50 ഗ്രാം വെളുത്തുള്ളി. നമ്മൾ നോൺ വെജ് സാധനത്തിന് കൂടുതലായും ജിഞ്ചറാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് 100 ഗ്രാം ജിഞ്ചർ, 50 ഗ്രാം പച്ചമുളക്, കറിവേപ്പില, 300 ഗ്രാം സവോള, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല. ലിവർ പെപ്പർ ഫ്രൈ ആയതുകൊണ്ട് നമ്മൾ 4 സ്പൂൺ ബ്ലാക്ക് പെപ്പർ കൂടെ ഇതിലേക്ക് യൂസ് ചെയ്യുന്നു. 200 മില്ലി വെളിച്ചെണ്ണ, മുമ്പ് കട്ട് ചെയ്ത് വെച്ച 2 കിലോ ലിവർ. ഇവയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഉരുളി നല്ലപോലെ ചൂടായിരിക്കുകയാണ്. ഇതിലേക്ക് 150 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് പിടിക്കുന്നതുപോലെ അതിനുവേണ്ടി കറിവേപ്പില കൂടെ ആഡ് ചെയ്തു. ഉപ്പ്. ഇപ്പോൾ സവോള വഴറ്റി നല്ലതുപോലെ റെഡി ആയിരിക്കുകയാണ്. ഇതിലേക്ക് പൊടികളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി. ഇപ്പോൾ മസാലയെല്ലാം നല്ലപോലെ മൂത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ലിവറിനെ കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്
കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ലിവറിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റി കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലിവറെല്ലാം നല്ലപോലെ ഡ്രൈ ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള 50 മില്ലി ഓയിലിനെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഡ്രൈ ആയി ലഭിക്കും. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പെരിഞ്ജീരകം ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ലിവറിന് നല്ല ഫ്ലേവർ ലഭിക്കും. ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അവസാനമായി നമ്മൾ ബ്ലാക്ക് പെപ്പറിനെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ബ്ലാക്ക് പെപ്പർ ലാസ്റ്റേ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് വളരെയധികം കറുത്തു പോകും. ലിവർ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ഇതിനെ ബാക്കിയുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി ലിവർ ഫ്രൈയെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഏവർക്കും ഇന്നത്തെ ലിവർ പെപ്പർ ഫ്രൈഡ് റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളേവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഏവർക്കും നന്ദി.